എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൽ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മനിയിടം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 2026 എങ്ങനെയാണ് നോക്കാം. Page of Swords, Six of Wands, Queen of Swords, Queen of Wands, Eight of Swords, Ten of Pentacles, Energy Connections. So നെക്സ്റ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ പേജ് ഓഫ് സോഡ്സ് ആൻഡ് എയ്റ്റ് ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. ലൈഫിൽ മുന്നേറാനുള്ള പല അവസരങ്ങളും നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ജീവിതത്തിൽ ഒത്തിരി അവസരങ്ങൾ നിങ്ങളെ തേടി വരുമ്പോഴും എന്തൊക്കെ കൊണ്ടോ എനിക്ക് അതിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം അതിന് പറ്റിയതല്ല എന്നൊക്കെയുള്ളൊരു അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ ആ മുന്നോട്ടേക്ക് പോകുന്നതിൽ നിന്ന് പുറകോട്ടേക്ക് വലിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാഹചര്യവശാൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു രീതികൾ ഇങ്ങനെയായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ സാഹചര്യങ്ങൾ കുറച്ച് ഒരു പക്ഷേ ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടിലായിരിക്കാം. പക്ഷേ അത് ആ ഒരു ബുദ്ധിമുട്ടിനെ മറികടന്ന് പോകണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പറ്റാത്ത സിറ്റുവേഷൻസ് ഒന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പം എളുപ്പമാണ് ചില കാര്യങ്ങളിൽ നോ പറയാൻ, പക്ഷേ ഈ നോ പറയാതെ അത് എസ് പറഞ്ഞ് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് വലിയ രീതിയിലുള്ള പരിശ്രമം ആവശ്യമാണ്. ആ പരിശ്രമത്തിന് നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നഷ്ടങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ വിജയം പരാജയങ്ങളാണ്. പക്ഷെ അതിന് ഉത്തരവാദി അത് എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലരിലും നിങ്ങൾ വിചാരിച്ചാൽ നടക്കുമായിരിക്കും, പക്ഷെ നിങ്ങളത് എളുപ്പം എന്ന് വെച്ചാൽ വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നുള്ളതാവാം. ഇപ്പോൾ ഇവിടെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ച്. ഇപ്പോൾ ഗവൺമെൻറ് ജോലിയിലിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയിലിരിക്കുന്ന ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ട് മറ്റൊരിടത്തേക്കായിരിക്കാം. ചിലപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ ഒരു 1-2 വർഷത്തേക്കുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി ദൂരെയായിരിക്കാം. അപ്പോൾ പല ആളുകളും എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതുമായിട്ട് പോകേണ്ട വീട്ടിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇവിടം വരെ പോകുന്നു എന്ന് അഭിപ്രായങ്ങൾ ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഒരു കരിയറിന് മൂല്യം കൽപ്പിക്കാത്ത ആളുകളിൽ നിന്നായിരിക്കാം. അതൊരു പറയുമ്പോൾ ചുറ്റുപാടുമുള്ള ചില റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഈവൻ ഫാമിലിയിലുള്ള ആളുകളാണെങ്കിലും ജോലിക്ക് പോകാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ജോലിയുടെ മൂല്യം, വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം അറിയാത്ത ആളുകൾ ഒരു പക്ഷേ അത് എളുപ്പമായിരിക്കും പറയാനത് നിർത്തുക എന്നുള്ളത്. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അത് എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് ജോലി രാജിവെക്കുന്നതോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. പ്രഷർ അല്ലെങ്കിൽ അതായത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ പരിഹാസങ്ങളോ അല്ലെങ്കിൽ നിങ്ങളൊരു അഹങ്കാരിയാണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരെ ഉണ്ടായേക്കാം. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങളത് വേണ്ടെന്ന് വയ്ക്കുകയാണ് എങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നിങ്ങൾക്കൊരാവശ്യം വരും. സാമ്പത്തികം വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ആ സിറ്റുവേഷനിൽ എത്തുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ ഒരിക്കലും സപ്പോർട്ടിനുണ്ടാവില്ല എന്നുള്ളത് മാത്രം ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ഉദാഹരണം സിറ്റുവേഷനാണ്. ഈ ഒരു സിറ്റുവേഷൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ പല ആളുകളിലും ഈ സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ്. അതല്ലാത്തവരെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും സാഹചര്യമായിരിക്കും. ആ സാഹചര്യമാണെങ്കിലും ഇവിടെ നിങ്ങൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് പരിശ്രമിക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ പരിശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് കുറച്ച് നാളത്തേക്ക് ഒരു സാക്രിഫൈസ്, എന്തെങ്കിലും നല്ലത് നേടണമെങ്കിൽ ഒരു സാക്രിഫൈസ് ആവശ്യമാണ്. സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന അവസ്ഥ തന്നെയാണ്. അല്ലാതെ നിങ്ങളുടെ കൈകളിലല്ലാതെ ഒന്നുമില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ 6 ഓഫ് ഫോൺസ്, ക്യൂൻ ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വളരെയധികം ഉയർച്ചയിലേക്ക് എത്താനുള്ള അവസരങ്ങളുണ്ട്. അത് പക്ഷേ അതിനനുസരിച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമാണ്. വെറുതെ ഇരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു സിറ്റുവേഷൻ വരുന്നതല്ല തീർച്ചയായിട്ടും. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങൾ വരുന്നുണ്ട്. ഹീലിങ്ങിലേക്ക് പോകുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ സഹായിക്കുന്ന സിറ്റുവേഷനുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഇപ്പോൾ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ മറ്റുള്ളവരുടെ അസുഖങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കും, ഡയറക്റ്റ്ലി അവരുടെ ഹീലിങ്ങിന് സഹായിക്കുന്ന ഒരു വ്യക്തി. അതല്ലാത്തവരെ സംബന്ധിച്ച്
ഇൻഡയറക്റ്റ്ലി മറ്റുള്ളവരെ സഹായിക്കുന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ജോലിയാണെങ്കിലും ഒക്കെ അതാണ് നിങ്ങൾക്കൊരു മനസ്സിനൊരു തൃപ്തി തരുന്ന ഒരു കാര്യം. ചില ആളുകൾ നിങ്ങൾ മറ്റ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും ഒരു പക്ഷേ ഇൻഡയറക്റ്റ്ലി മറ്റുള്ളവരെ സഹായിക്കുന്ന ഇപ്പോൾ എന്തെങ്കിലും സോഷ്യൽ സർവീസിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റെഡ് ക്രോസോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന NGOയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തി അതിന് പുറമേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കുന്നത്, അതായത് പീസ് ഓഫ് മൈൻഡ്, നിങ്ങളുടെ മനസ്സിനൊരു സമാധാനവും സ്വസ്ഥമായിട്ട് ജീവിതത്തിന് സഹായകരമായിരിക്കും. ഇപ്പോൾ ഒരു ജോലി എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മനസ്സിന് തൃപ്തി തരുന്ന ഒരു ജോലി ചെയ്യുന്നു, അതല്ലെങ്കിൽ നിങ്ങളുടെ പാഷന് പുറകെ പോകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് അതിവിടെ സൂചിപ്പിക്കുന്ന ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യതകളുള്ള സമയമാണ്. നിങ്ങൾ കൂടുതൽ ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നു. ഇപ്പോൾ എന്തിനെങ്കിലും ഇതേപോലെ എന്തെങ്കിലും സ്ഥാനത്തേക്ക് മത്സരിക്കുക, അതായത് ജോലി ഔദ്യോഗികമായിട്ട് ഒരു 9 to 5 ജോബിൻ്റെ അല്ലാതെ തരത്തിൽ ഏതെങ്കിലും ഇതുപോലത്തെ പൊസിഷൻ, എന്തെങ്കിലും എലക്ഷൻസ് അതുപോലെയുള്ള കാര്യങ്ങൾ, ഇതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെയുള്ള ഇതാവാം, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനുവേണ്ടി നിൽക്കുന്നവർക്ക് ഒരു സ്ഥാനത്തേക്ക് കയറാൻ, ഒരു പൊസിഷനിലേക്ക് നിൽക്കാനും അവിടെ നിന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങളും മറ്റും ഒക്കെ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 6 of Wands and 10 of Pentacles എനർജി സിറ്റുവേഷൻസ് ആണ്. സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും നേട്ടങ്ങൾ നേരുന്ന സമയമാണ്, പക്ഷേ അതിന് കഠിനമായിട്ട് അധ്വാനിക്കാൻ സാക്രിഫൈസസ്, ത്യാഗങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബ അന്തരീക്ഷത്തിൽ പൊതുവേ ഫാമിലി സിറ്റുവേഷൻ നല്ല രീതിയിൽ, കരിയർ സിറ്റുവേഷൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒഴിച്ചാൽ ബാക്കി പൊതുവെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലാണ്. അതേപോലെ പേഴ്സണൽ ലൈഫിലും ഫാമിലി ലൈഫിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള ചില കാര്യങ്ങൾ അവരവരുടെ പേഴ്സണൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന സമയമാണ്. ഫാമിലി എന്ന് പറയുന്ന ഫാമിലി ഒരുമിച്ച് ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, ഭാര്യ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ അച്ഛനമ്മമാർ, മക്കൾ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവും, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ്, അങ്ങനെയുള്ള ഒത്തിരി ബന്ധങ്ങളിൽ കൂടുതലും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പിന്നെ പാരൻസും കുട്ടികളും തമ്മിലുള്ള സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്താണ് രണ്ടുപേരുടെയും എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെ തുറന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു നല്ലൊരു ഡിറ്റർമിനേഷനുള്ള സമയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള ബാഹ്യമായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ, പറഞ്ഞ പോലെ ഫാമിലി ലൈഫ് സിറ്റുവേഷനിലും നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് വളരെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മാത്രമാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പക്ഷേ പുറത്തുനിന്നുള്ള ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലി ലൈഫിനെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, ഈവൻ നിങ്ങളുടെ ഇപ്പോൾ വളരെ അടുത്ത ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആരായാലും ആ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു വേലിക്ക് അല്ലെങ്കിൽ പടിക്ക് പുറത്ത് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ വീടിനകത്ത് അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തായാലും നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് സ്വന്തം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് പറയുന്നു എന്നുള്ളത്. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒരു അച്ചടക്കവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഉള്ളൊരു ജീവിതമാണ്. പിന്നെ കുറച്ച് ആക്റ്റീവായിട്ട് ഇരിക്കുന്നു. അതേപോലെ മറ്റ് പരിപാടികൾ, വീടിന് പുറത്തുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ്, ഈവൻ ചില ആളുകൾ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ട്രോങ് മെസ്സേജ് ഉണ്ട്. ഇപ്പോൾ ചില ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ സമയമുണ്ട് നിങ്ങൾക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ, ഒത്തിരി പ്രവർത്തനങ്ങൾക്കുള്ള ടൈമൊക്കെ ഉള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് പോകാം.
അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അസോസിയേഷൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സോഷ്യൽ എന്തെങ്കിലും അങ്ങനത്തെ NGOs അങ്ങനത്തെ സംഘടനകളിലേക്കും താല്പര്യം കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള ഫലം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.